അദ്ദേഹം ഏത് വകുപ്പായിരിക്കും മന്ത്രിസഭയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ വിരാമമാവുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം നൽകാമെന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നു. ഇപ്പോൾ വി.ഡി. സതീശൻ അല്പസമയം മുമ്പാണ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം വി.ഡി. സതീശൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. പക്ഷേ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ വകുപ്പുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല വി.ഡി. സതീശൻ നയിക്കുന്ന ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇനി ആർ.സി. ക്യാമ്പിൽ നിന്ന് ലഭിക്കേണ്ട വിവരം അവരെ അനുനയിപ്പിക്കുക എന്നുള്ളത് ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല വരുമ്പോൾ ഒപ്പം ആരുണ്ടാകും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതായത് രാവിലെ മുതൽ വന്നിരുന്നു അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകുമ്പോൾ അദ്ദേഹത്തിനൊപ്പമുള്ള രണ്ടുപേർക്ക് കൂടി മന്ത്രിസ്ഥാനം നൽകണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത് ആ രണ്ടുപേരെന്ന് പറയുന്നത് ഒന്ന് അൻവർ സാദത്താണ്. അൻവർ സാദത്തിനായിരുന്നു പ്രഥമ പരിഗണന. രണ്ടാമത്തെ ആള് IC ബാലകൃഷ്ണനാണ്. ഇപ്പോൾ ആർ.സി. ക്യാമ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുമ്പോൾ മിനിമം ഒരു മന്ത്രിയെങ്കിലും തങ്ങളുടെ ക്യാമ്പിൽ നിന്ന് ഉണ്ടാകണം എന്നുള്ള കാര്യം തറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ആരായിരിക്കും എന്നുള്ളത് ഇനി അറിയണം. രണ്ട് മന്ത്രിമാർ വേണം എന്നുള്ളൊരു ആവശ്യം രാവിലെ മുതൽ